കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 യൂണിറ്റ് 3 വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന മൂന്നാമത്തെ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Let's read. Travel writings open a window into diverse cultures, landscapes, and unique experiences, inspiring globetrotters and armchair travelers across the world. ലോകമെമ്പാടുമുള്ള ഗ്ലോബ് ടോട്ടേഴ്സ്, അതായത് സഞ്ചാരികൾ, പിന്നെ ആം ചെയർ ട്രാവലേഴ്സ്, ചാരു കസേലയിൽ ഇരുന്നിട്ട് യാത്രാ വിവരണം വായിക്കുന്നവർ, ഇവർക്കൊക്കെ ഈ ട്രാവൽ റൈറ്റിംഗ്, യാത്രാ വിവരണങ്ങൾ വളരെ പ്രചോദനമാകുന്നു. അതെന്താ കാരണം? ഈ യാത്രാ വിവരണത്തിലൂടെ ഇവർക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ 3 കാര്യം പറയുന്നുണ്ട് ഇവിടെ. ഒന്ന്, വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പലതരത്തിലുള്ള ഭൂപ്രകൃതികളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും, പിന്നെ യുണീക്ക് എക്സ്പീരിയൻസസ്, അതായത് അതുല്യമായ അനുഭവങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഗ്ലോബ് ടോട്ടേഴ്സിനും ആം ചെയർ ട്രാവലേഴ്സിനും യാത്രാ വിവരണങ്ങൾ ഒക്കെ ഒരു പ്രചോദനമാകുന്നത്. Read and enjoy a travel article by a celebrated writer from Kerala. She paints the picture of a journey to her village in search of the reluctant monsoon. Reluctant monsoon എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ്, പക്ഷേ ശരിക്കും മഴ ലഭിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് കേരളത്തിലെ ഒരു വിഖ്യാത എഴുത്തുകാരി അവരുടെ ഗ്രാമത്തിലേക്കുള്ള ഒരു യാത്ര, അങ്ങനെ പോകുന്ന യാത്രയെക്കുറിച്ചുള്ളൊരു യാത്രാക്കുറിപ്പ് ആണ് ഇവിടെ താഴെ നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്ന ആ യാത്രാക്കുറിപ്പിൻ്റെ ഹെഡിങ് ആണ് വെയിറ്റിംഗ് ഫോർ റെയിൻ, അതായത് മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇത് എഴുതിയത് അനിത നായർ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ അനിത നായരെക്കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കാം. ഇവരാണ് അനിത നായർ. ഈ ഫോട്ടോയിൽ കാണുന്നവരാണ് അനിത നായർ. ഇവർ ജനിച്ചത് 26 ജാനുവരി 1966, എവിടെ? കേരളത്തിൽ ഷൊർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമുക്ക് വായിക്കാം. അനിത നായർ ഈസ് എ ബെസ്റ്റ് സെല്ലിംഗ് ആൻഡ് ക്രിറ്റിക്കലി അക്ലെയിംഡ് ഓതർ ഓഫ് നോവൽസ് സച്ച് ആസ് ദ ബെറ്റർ മാൻ, പിന്നെ ലേഡീസ് കൂപ്പ്, മിസ്ട്രസ്, ലെസൺസ് ഇൻ ഫോർഗെറ്റിംഗ്, ഐഡൽസ്, കീപ്പർ ഓഫ് ദ ലൈറ്റ് ആൻഡ് ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്ന കുറേ നോവലുകൾ ആണ് ഇവർ എഴുതിയത്. ഇവർ ക്രിറ്റിക്കലി അക്ലെയിംഡ് ഓതർ എന്നാണ് ഇവരെ കൊണ്ട് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ക്രിറ്റിക്കലി അക്ലെയിംഡ് ഓതർ എന്ന് പറഞ്ഞാൽ ഇവർ നല്ല ക്വാളിറ്റി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ആണ് ഇവർ ഈ നോവലൊക്കെ എഴുതുക. അതിനുശേഷം പറയുന്നത് ഈസ് എ ബെസ്റ്റ് സെല്ലിംഗ്. ബെസ്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നോവലുകളാണ് ഇവരത്. Her works include a collection of poems titled Malabar Mind, a collection of essays titled Good Night and God Bless, and books for children. അപ്പോൾ ഇവർ എഴുതുന്ന കൂട്ടത്തിൽ പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നോവൽ മാത്രമല്ല, കുറേ പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിലാണ്, ഹെഡിങ് ആണ് മലബാർ മൈൻഡ്സ്. പിന്നെ എസ്സേകൾ എഴുതിയിട്ടുണ്ട്, ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് എന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ കുട്ടികൾക്കുള്ള കുറേ പുസ്തകങ്ങളും ഇവർ എഴുതിയിട്ടുണ്ട്. She has also written plays and screenplay for the movie adaptation of her novel Lessons in Forgetting, which was screened in the Indian Panorama at International Film Festival of India 2012 and won the National Film Award in 2013. അവരുടെ ലെസൺസ് ഇൻ ഫോർഗെറ്റിംഗ് എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരത്തിന് ഇവർ നാടകങ്ങളും തിരക്കഥകളും രചിച്ചിട്ടുണ്ട്. ഈ ചിത്രം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2012 ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിന് 2013 നാഷണൽ ഫിലിം അവാർഡും ലഭിച്ചു. Among other awards, she also won the Kendra Sahitya Academy and the Kerala Sahitya Academy Awards. She is also the founder of the creative writing and mentorship program Anita's Attic. മറ്റ് പുരസ്കാരങ്ങൾ കൂടാതെ ഇവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. പിന്നെ അനിതാസ് ആറ്റിക് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ സ്ഥാപകയാണ് ഇവർ. അവിടെ എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗ്, എങ്ങനെ എസ്സേ എഴുതാം, എങ്ങനെ നോവലൊക്കെ എഴുതാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് സെൻ്ററാണ് ഇത്. കർണാടക ബാംഗ്ലൂരിലാണ് ഉള്ളത്. വെയിറ്റിംഗ് ഫോർ റെയിൻ. ഇൻ കേരള, much like the rest of India, the monsoon can reduce a region to penury and its absence can cause the same.
ഇവിടെ പെന്യൂറി എന്നൊരു വാക്ക് കാണാം, അതിൻ്റെ അർത്ഥം ദാരിദ്ര്യം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കേരളത്തിൽ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേതുപോലെ തന്നെ മഴ ഒരു പ്രദേശത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും. അതുപോലെ മഴയുടെ അഭാവവും, അതായത് ആബ്സെൻസും, അതേ അവസ്ഥയ്ക്ക് കാരണമാകും. ആദ്യത്തെ പാരഗ്രാഫ്. ദ ഫ്ലൈറ്റ് നോസ്ഡ് ഇൻ ടു എ ക്ലൗഡ് ആൻഡ് വി റോക്ക്ഡ് വിത്ത് ദ ടർബുലൻസ് ഔട്ട്സൈഡ്. അതായത് ഫ്ലൈറ്റ് കുറച്ച് മേഘങ്ങളുടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ കാറ്റിൻ്റെ വേഗതയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ്, അതാണ് ഈ ടർബുലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടി ഈ ഫ്ലൈറ്റ് കടന്നു പോയപ്പോൾ ഫ്ലൈറ്റ് കുലുങ്ങി, അതാണ് ഇവിടെ പറയുന്നത്. എ പെക്യുലർ സൈലൻസ് crept among the passengers, most of whom were young men seeking the green, the myriad hues of green pastures of Kerala, where it seems everything was in abundance but a labor force and rain. Peculiar silence, ഒരു അസാധാരണ നിശബ്ദത. ക്രെപ്റ്റ്, ഇതിൻ്റെ അർത്ഥം ഇഴഞ്ഞു എന്നാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? യാത്രക്കാരുടെ ഇടയിൽ ഒരു അസാധാരണ നിശബ്ദത സംഭവിച്ചു. ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിൽ കൂടുതൽ പേരും ചെറുപ്പക്കാരാണ്, യങ് മെൻ. ഇവരെന്തിനാ വരുന്നത്? സീക്കിംഗ് ദ ഗ്രീൻ, ദ മേഡഡ് ഹ്യൂസ് ഓഫ് ഗ്രീൻ പാസ്റ്റേഴ്സ് ഓഫ് കേരള. അതായത് കേരളത്തിൻ്റെ പച്ചപ്പ് കണ്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ പച്ചപ്പ് എന്ന് പറയുന്നത് വെറും മരങ്ങൾ തിങ്ങി നിറഞ്ഞുള്ള കാട് പോലത്തെ പച്ചപ്പല്ല. കേരളം പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാം വളരെ അബൻഡൻസ്, സമൃദ്ധിയായിട്ടുണ്ട് എന്നുള്ളൊരു പോലത്തെ തോന്നലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്തില്ല? ലേബർ ഫോഴ്സ് ആൻഡ് റെയിൻ, അതായത് തൊഴിലാളികളില്ല, മഴയുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദ പ്ലെയിൻ റോക്ക്ഡ് സം മോർ ആൻഡ് സംവെയർ ബിഹൈൻഡ് മീ എ ചൈൽഡ് വെയിൽഡ് ഇൻ ഫ്ലൈറ്റ്. വെയിൽ എന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് കരയുക. അപ്പം ഈ പ്ലെയിന് വീണ്ടും അതുപോലെയുള്ളൊരു എയർ പോക്കറ്റിൽ വീണ് ഇളകി. ആ സമയത്ത് എൻ്റെ പിറകിലായിട്ട് ഒരു കുട്ടി എവിടെയോ ഭയം കൊണ്ട് കരഞ്ഞു. ആൻ എൽഡർലി കപ്പിൾ അലോങ് സൈഡ് ഹു ഹാഡ് ബീൻ ചാറ്റിംഗ് ഇൻസെസൻ്റ്ലി വാസ് ഫൈനലി ക്വൈറ്റ്. ഇൻസെസൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഇടവിടാതെ അല്ലെങ്കിൽ നിർത്താതെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അടുത്തിരുന്ന, നിർത്താതെ സംസാരിച്ചിരുന്ന ഒരു വൃദ്ധ ദമ്പതികൾ ഒടുവിൽ നിശബ്ദരായി. എൽഡർലി കപ്പിൾ എന്ന് പറഞ്ഞാൽ വൃദ്ധ ദമ്പതികൾ, അലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ അടുത്തിരുന്ന. ഓക്കെ, അതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ഐ വണ്ടർഡ് വാട്ട് ദ യങ് മെൻ ഫ്രം നോർത്തേൺ ഇന്ത്യ, ഓൾമോസ്റ്റ് all of them in the uniform of the guest worker, jeans, t-shirt, windsheeter and sneakers, thought of this turbulent return to their workplace. ഏതാണ്ട് എല്ലാവരും, അതായത് യങ് മെൻ, ആ ചെറുപ്പക്കാർ മുഴുവനും അതിഥി തൊഴിലാളികളുടെ വേഷമാണ് ഇട്ടിരുന്നത്. എന്തൊക്കെ ഇട്ടിരുന്നത്? ജീൻസ്, ടീഷർട്ട്, വിൻഡ്ഷീറ്റർ, സ്നീക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെ അണിഞ്ഞ ആ വടക്കേ ഇന്ത്യക്കാർ, നോർത്തേൺ ഇന്ത്യൻ, ഓക്കെ, നോർത്തേൺ ഇന്ത്യ, ഈ വടക്കേ ഇന്ത്യക്കാർ അവരുടെ തൊഴിലിടത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഈ പ്രക്ഷുബ്ധമായ മടക്കയാത്രയിൽ, അതായത് പ്രക്ഷുബ്ധമായ എന്ന് പറയാൻ കാരണം അവിടെ ഈ ഫ്ലൈറ്റൊക്കെ കൊണ്ട് ഇളകി ആകെ ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആയിപ്പോയല്ലോ. അതുകൊണ്ടാണ് ആ പ്രക്ഷുബ്ധമായ ആ ഒരു മടക്കയാത്രയെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അതായത് ഐ വണ്ടേർഡ്, ഞാൻ അത്ഭുതപ്പെട്ടു. The memory of the horrific floods in 2018 is still as vivid as they are frightening. അതായത് 2018 ആ ഭീകരമായ പ്രളയം, അതിൻ്റെ ഓർമ്മ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അത് ഓർക്കുമ്പോൾ ഭയമാകുന്നു. ഫ്രൈറ്റനിങ്, അതായത് ഭയം ഉളവാക്കുന്നു, മനസ്സിൽ ഭയം വരികയാണ് അത് ഓർക്കുമ്പോൾ. മൂന്നാമത്തെ പാരഗ്രാഫ്. ഓൾ അറൗണ്ട് മീ വാസ് ഫിയർ ആൻഡ് ആൻസൈറ്റി. അതായത് എനിക്ക് ചുറ്റുമുള്ളവർക്ക് ഭയവും ഉത്കണ്ഠയുമായിരുന്നു. വിച്ച് മാനിഫെസ്റ്റഡ് ആസ് എ റെയിൻ ഇൻ സൈലൻസ് ആൻഡ് എ ഡിറ്റർമിൻഡ് ഗ്രിപ്പ് ഓൺ ദ സീറ്റ് ഹാൻഡിൽസ്. ഈ ഭയവും ഉത്കണ്ഠയും എങ്ങനെയാണ് പ്രകടമായത്? മാനിഫെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രകടമാവുക. സൈലൻസ്, നിശബ്ദത, പിന്നെ അവരവരിയ്ക്കുന്ന സീറ്റിൻ്റെ ഹാൻഡിൽ മുറുക്ക പിടിച്ചുകൊണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് അവരുടെ ഭയവും ഉത്കണ്ഠയും പ്രകടമായത്. ഐ മസ്റ്റ് ഹാവ് ബീൻ ദ ഓൺലി പാസഞ്ചർ ഓൺ ദാറ്റ് ഫ്ലൈറ്റ് ഹൂ വാസ് ഹാപ്പി വിത്ത് ദ ടർബുലൻസ്. ആ വിമാനത്തിൻ്റെ കുലുക്കം ഒരു സന്തോഷമായി കരുതിയ ഏക യാത്രക്കാരി ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ആൻ അൺഇവൻറ്റ്ഫുൾ ഫ്ലൈറ്റ് മെൻറ്റ് ഗുഡ് വെതർ. ഒരു പ്രയാസമില്ലാതെ ഫ്ലൈറ്റ് പോകുകയാണെങ്കിൽ അത് നല്ല കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. സോ ടർബുലൻസ് മെൻ ജസ്റ്റ് വൺ തിങ്, വിൻഡ് കറൻസ്. അപ്പോൾ ഈ കുലുക്കമുണ്ടായത് എന്താണ് കാരണം? നല്ല കാറ്റ്, ഓക്കെ, നല്ല ശക്തമായ കാറ്റുണ്ടായി എന്നാണ് അർത്ഥം. ആൻഡ് ഹെൻസ് ദ മൺസൂൺ, അത് കാരണം
കാലവർഷവും പെട്ടെന്ന് തന്നെ ആരംഭിക്കും എന്നുള്ള സൂചനയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ഐ വാസ് ട്രാവലിംഗ് ടു കേരള ടു റിന്യൂ മൈ അക്വൈൻറ്റൻസ് വിത്ത് ദ മൺസൂൺ. അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയം. അപ്പം എന്തായാലും ഞാനിപ്പോൾ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നത് എൻ്റെ കാലവർഷമായിട്ടുള്ള പരിചയം പുതുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ഓൾമോസ്റ്റ് 6 weeks now the സൗത്ത് വെസ്റ്റ് മൺസൂൺ ഹാസ് ബീൻ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. കഴിഞ്ഞ 6 ആഴ്ചകളോളായി ഈ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഒളിച്ചും പാത്തും കളിക്കുകയാണ്. അതായത് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് ഇവിടെ എഴുതാൻ കാരണം നമ്മൾ കുട്ടികൾ കളിക്കുന്ന പോലെ ഒളിച്ചും പാത്ത് കളിക്കുകയല്ല. ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ പെയ്യില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ കാലവർഷം ഇല്ല എന്നാണ് അർത്ഥം. മൈ ഡെയിലി കോൾസ് ടു മൈ പാരൻസ് വുഡ് ബിഗിൻ വിത്ത് ദ ക്വയറി ഇസ് ഇറ്റ് റെയിനിങ് ദേർ. ഞാൻ ദിവസവും എൻ്റെ മാതാപിതാക്കളെ വിളിക്കുമ്പോൾ ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിക്കുക. ഇസ് ഇറ്റ് റെയിനിങ് ദേർ? അവിടെ മഴ പെയ്യുന്നുണ്ടോ? ദിസ് വാസൻറ്റ് എ കോൺവെർസേഷൻ ഫില്ലർ ആസ് ഇറ്റ് ടെൻഡ്സ് ടു ബി വെൻ 2 people have nothing to say to each other. അതായത് നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല കുറച്ച് നേരത്തേക്ക്. ആ സമയത്ത് നമ്മൾ വേറെ പല കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്തെങ്കിലും ബന്ധപ്പെടാത്ത ഒരു കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ആ കോൺവെർസേഷൻ്റെ ആ ഫ്ലോ കട്ടായി പോയിരിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു ചോദ്യമല്ല ഇവിടെ ചോദിച്ച ഈസ് ഇറ്റ് റെയിനിങ് ദേർ എന്നുള്ളത്. എൻ്റെ ഈ ചോദ്യം വളരെ യഥാർത്ഥമാണ്, വളരെ കാര്യപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം അതിൻ്റെ ഉത്തരം മറ്റു ചില ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കും. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? എബൌട്ട് ലീക്കി റൂപ്സ്, അതായത് ചോർന്നൊലിക്കുന്ന മേൽക്കൂരകൾ. സ്ലിപ്പറി പാത്സ്, വഴുക്കുന്ന അല്ലെങ്കിൽ തെന്നുന്ന വഴികൾ. പവർ ഔട്ടേജസ്, വൈദ്യുതി മുടക്കങ്ങൾ. ആൻഡ് ദ ഗ്രൗണ്ട് കവർ ദാറ്റ് വിത്ത് ദ റെയിൻ വുഡ് ടേക്ക് ഓവർ ദ ലാൻഡ്, അതായത് മഴയോടുകൂടെ നിലത്ത് പടർന്നു പിടിക്കുന്ന ചെടികൾ, കാട്ടുചെടികൾ, ഇവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. 4ാമത്തെ പാരഗ്രാഫ്. ഓൺ July 17, വിച്ച് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ കർക്കിടകം മന്ത്, and when sheets of rain ought to be falling as if the end of the world was drawing near. അതായത് ജൂലൈ 17 എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൻ്റെ 1ാം ദിവസമാണ്. അന്ന് മുതൽ മഴ അതിശക്തമായിട്ട് പെയ്യേണ്ടതാണ്. ആ മഴ കണ്ടാൽ നമുക്ക് തോന്നും ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന്. മൈ മദർ സെഡ് ദ സ്കൈസ് ഹാഡ് ലൂംഡ് എ ഗൺ മെറ്റൽ ഗ്രേ. ഇവിടെ ഗൺ മെറ്റൽ എന്ന് പറയുന്നത് അതൊരു തരം ലോഹമാണ്. ആ ലോഹത്തിൻ്റെ കളറാണ് ഗ്രേ. അപ്പോൾ അങ്ങനത്തെ ഒരു നിറത്തിൽ ആകാശം ഇരുണ്ട് മൂടി വന്നു. ബട്ട് ഓൾ ദേ ഹാഡ് വാസ് എ മൈനർ സ്പെൽ ഓഫ് റിലക്റ്റന്റ് റെയിൻ. പക്ഷേ അവർക്ക് വളരെ തുച്ഛമായ അളവിലെ മഴ ലഭിച്ചുള്ളൂ. ആൻഡ് നൗ ദ സൺ വാസ് ഷൈനിങ്. ഇപ്പോൾ ദാ സൂര്യൻ നല്ലോണം ഉദിച്ചു വന്നു. വേർ ഹാസ് ദ റെയിൻ ഗോൺ, ഷീ ആസ്ക്ഡ്. അപ്പോൾ അമ്മ ചോദിച്ചു, ഈ മഴയെല്ലാം എവിടെ പോയി? ഹാസ് ഇറ്റ് കം ടു യു? അതൊക്കെ നിൻ്റെ അടുത്തേക്ക് വന്നോ? 5ാമത്തെ പേര. ബാംഗ്ലൂർ, ദ സിറ്റി വേർ ഐ ലിവ് when not in my village Mundakottu Kurishi in Kerala was going through its windy pace. ഞാൻ കേരളത്തിലെ എൻ്റെ ഗ്രാമമായ മുണ്ടക്കോട്ടു കുരിശിയിൽ അല്ലാത്ത സമയത്ത് ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിലാണ്. അവിടെ ഇപ്പം നല്ല കാറ്റുള്ളൊരു കാലാവസ്ഥയാണ്. For over a week now a brutal wind had been sweeping the northern outskirts of the city with a menacing growl. ഇവിടെ പറയുന്നു, ഒരു ആഴ്ചയിൽ ഏറെയായി നഗരത്തിൻ്റെ വടക്കൻ പ്രാന്തപ്രദേശങ്ങൾ, അതാണ് നോർത്തേൺ ഔട്ട്സ്കേർട്സ്, വടക്കൻ പ്രാന്തപ്രദേശങ്ങളുടെ ഒരു ക്രൂരമായ ബ്രൂട്ടൽ വിൻഡ്, ക്രൂരമായ കാറ്റ് ഭീഷണിപ്പെടുത്തുന്ന അലർച്ചയോടെ, അതാണ് മെനസിങ് ഗ്രൗൾ, ഭീഷണിപ്പെടുത്തുന്ന അലർച്ചയോടെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. വിൻഡോ ഷട്ടേഴ്സ് ബാങ്ക്ഡ്, ജനൽപ്പാളികളൊക്കെ ആഞ്ഞടിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിന്. ഡോർസ് അൺലാച്ച്ഡ് ദംസെൽവ്സ്, വാതിലുകളൊക്കെ തനിയെ തുറന്നുപോയി. അറൗണ്ട് മൈ ഹോം ട്രീസ് ക്രീക്ഡ് ആൻഡ് ഗ്രൗണ്ട് വൈൽ ലീവ്സ് ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ്. അപ്പോൾ ഇവളുടെ വീട്ടിന് ചുറ്റും ഈ കാറ്റ് മുഖാന്തരം മരങ്ങളൊക്കെ പൊട്ടി വീഴുന്ന സൗണ്ടിനെയാണ് ക്രീക്ഡ് ആൻഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ കാറ്റത്ത് ഇലകൾ തമ്മിൽ ഒരയുന്ന ശബ്ദത്തിനെയാണ് ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ് എന്ന് പറയുന്നത്. ക്രീക്ഡ് എന്ന് പറഞ്ഞാൽ മരം പൊട്ടി വീഴുന്ന സൗണ്ട്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മരവും തമ്മിൽ ഒരയുന്ന സൗണ്ട്. ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ, ഹിസ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ശബ്ദം, പാമ്പ് ഹിസ് ചെയ്യുന്ന ശബ്ദം, ഇസ് എന്നുള്ള അങ്ങനെ ശബ്ദം. പിന്നെ വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക. അപ്പോൾ ഇതുപോലത്തെയുള്ള ശബ്ദങ്ങളൊക്കെയാണ് ഇവരുടെ വീടിന് ചുറ്റും ഈ കാറ്റടിക്കുമ്പം സംഭവിക്കുന്നത്. ത്രൂ നൈറ്റ് ആൻഡ് ഡേ ദ വിൻഡ് ബ്ലൂ പുഷിംഗ് ദ മൺസൂൺ ക്ലൗഡ്സ് അവേ. അങ്ങനെ രാപ്പകൽ ശക്തമായ കാറ്റടിച്ചതുകൊണ്ട് മഴമേഘങ്ങളൊക്കെ അങ്ങ് പോയി. സോ എ ടർബുലൻറ്റ് ഫ്ലൈറ്റ് ഇൻ ടു കേരള ഇൻഡിക്കേറ്റഡ് പോസിബിൾ റെയിൻ. പക്ഷേ ഈ ടർബുലൻറ്റ് ഫ്ലൈറ്റ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഈ ഇളകുന്നുണ്ടല്ലോ, കാറ്റ് ശക്തമായുണ്ട്, ആ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താ ഇൻഡിക്കേഷൻ കിട്ടിയത്, അതായത് സൂചന കിട്ടിയത് കേരളത്തിൽ നല്ല മഴയാണെന്ന്. എക്സെപ്റ്റ് ദാറ്റ് ആസ് വി ഡിസെൻഡഡ് ഇൻ ടു കൊച്ചി ഇറ്റ് സീം ടു ഹാവ് നോ റെയിൻ ഈതർ. പക്ഷേ നമ്മൾ കൊച്ചിയിൽ വിമാനം ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നേ ഇല്ല. 6ാമത്തെ പാരഗ്രാഫ്. ദി ഗ്രേ സ്കൈസ് സജസ്റ്റഡ് റെയിൻ
ബട്ട് ദ ബ്ലാഞ്ച്ഡ് ഗ്രീനറി സെറ്റ് സംതിങ് എൽസ്. ഇവിടെ ഗ്രേ സ്കൈ എന്താണ്? മഴയെ സൂചിപ്പിക്കുന്നു. അതായത് അതൊരു പ്രതീക്ഷയാണ്, ഒരു പ്രതീക്ഷ നൽകുന്ന സൂചനയാണ്. പക്ഷേ ബ്ലാഞ്ച്ഡ് ഗ്രീനറി, അതായത് ഒരു നിറം മങ്ങിയ പച്ചപ്പ്, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് തമ്മിൽ ഉള്ള വളരെ വ്യത്യാസം, അതായത് ഒരു പ്രതീക്ഷയും ഒരു ഒരു നിരാശ നൽകുന്ന ഒരു യാഥാർത്ഥ്യം, ബ്ലാഞ്ച്ഡ് ഗ്രീനറി, ഒരു മങ്ങിയ പച്ചപ്പ്, ഇത് തമ്മിലുള്ള ഈ വ്യത്യാസം നമ്മെ എന്ത് ചെയ്യുന്നു? എ ഡിഫറൻസ് ദാറ്റ് ലീവ് വൺ ഫീലിംഗ് ബോത്ത് ഹെൽപ്ലെസ് ആൻഡ് പവർലെസ്. ഒരാളെ അശക്തരും നിസ്സഹായരുമാക്കി മാറ്റുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹൗ ഡു യു കോക്സ് എ മൺസൂൺ ടു ഡു വാട്ട് ഇറ്റ് ഓട്ട് ടു ബി ഡൂയിങ്? അതായത് മൺസൂൺ ടു ഡു വാട്ട് ഇറ്റ് ഓട്ട് ടു ബി ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഒരു കാലവർഷം അത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യുവാൻ, അതാണ് ഈ ചോദ്യം. അപ്പോൾ ഇവിടെ കോക്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പ്രേരിപ്പിക്കുക. അപ്പോൾ ഒരു കാലവർഷത്തെ അത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രേരിപ്പിക്കുക? അതായത് നമുക്ക് കാലവർഷത്തിൽ നല്ല മഴ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോട്ട് എ ഡ്രോപ്പ് ട്രാവൽസ് വിത്ത് മീ ടു മൈ വില്ലേജ്. ഇവിടെ നോട്ട് എ ഡ്രോപ്പ് സൂചിപ്പിക്കുന്നത് മഴയാണ്. അപ്പം ഞാൻ എൻ്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ മഴ അവിടെ ഇല്ല. When I was last here in June to celebrate the onset of monsoon, which I have done for many years now, the monsoon had failed to break. പല വർഷങ്ങളായിട്ട് ഞാൻ ആഘോഷിച്ചു പോകുന്ന കാലവർഷത്തിൻ്റെ വരവ്, അതായത് ഈ കാലവർഷം വരുന്ന ദിവസങ്ങളൊക്കെ ചില ഗ്രാമങ്ങളിലൊക്കെ വളരെ ആഘോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ പല വർഷങ്ങളായിട്ട് ആഘോഷിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ വർഷം ആഘോഷിക്കാനായിട്ട് വന്ന സമയത്ത്, ജൂണിൽ ഇവിടെ വന്ന സമയത്ത്, ദ മൺസൂൺ ഹാഡ് ഫെയിൽഡ് ടു ബ്രേക്ക്, അതായത് മഴ ഉണ്ടായിരുന്നില്ല, മഴ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എ ഫ്യൂ സമ്മർ സ്റ്റോംസ് ഹാഡ് എസ്കലേറ്റഡ് ദ ഹീറ്റ് ആൻഡ് ദ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സെഡ് ദാറ്റ് ദ മൺസൂൺ വാസ് ലർക്കിംഗ് ഇൻ മാൽഡീവ്സ്. അതായത് മഴയില്ല, അപ്പോൾ ചൂട് കാറ്റടിക്കുന്നു, അത് കാരണം ഉള്ള ചൂട് വർദ്ധിച്ചു. അതാണ് എസ്കലേറ്റഡ് എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക, എസ്കലേറ്റഡ് ദ ഹീറ്റ്, ചൂട് വർദ്ധിച്ചു. പിന്നെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്താ പറയുന്നത്? ഈ കാലവർഷം മാലിദ്വീപിലും അവിടുത്തെ പരിസരങ്ങളിലൊക്കെ തങ്ങി നിൽക്കുകയാണ്. ലർക്കിംഗ് എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുക. 7ാമത്തെ പാരഗ്രാഫ്. ദ വില്ലേജേഴ്സ് ഹാഡ് സെഡ് ദാറ്റ് ദ സമ്മർ ഡ്രൗട്ട് ഹാഡ് ബീൻ ഇൻറ്റൻസ്. സമ്മർ ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തെ വരൾച്ച, ഡ്രൗട്ട് വരൾച്ച. ഇൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിരൂക്ഷം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വേനൽക്കാലത്തെ വരൾച്ച അതിരൂക്ഷമായിരുന്നു എന്ന് ഈ ഗ്രാമീണർ പറഞ്ഞിരുന്നു. It's been almost 2 decades since we saw the wells and canals dry up and the water table fall so low, they had said. ഈ ഗ്രാമവാസികൾ പറയാണ്, 2 പതിറ്റാണ്ടുകളായിട്ട് ഈ കിണറും കനാലും ഒക്കെ ഇത്രമാത്രം വറ്റിയതും ഈ വെള്ളത്തിൻ്റെ ലെവൽ ഇത്രമാത്രം താഴ്ന്നതും ഒന്നും ഇവർ കണ്ടിരുന്നില്ല. നത്തിങ് ഈസ് ആസ് ഇറ്റ് വാസ്. ഒരു കാര്യവും പഴയതുപോലെ അല്ല. ബിൽഡ് a few more concrete monstrosities, tile some more front yards, and cut down more trees, and in a decade's time, if not earlier, you will be paying for water as I do in Bangalore, rupees 400 for a small tanker of water to supplement the trickle sourced from the community borewell. ഇവിടെ പറയുന്നു, ബിൽഡ് എ ഫ്യൂ മോർ കോൺക്രീറ്റ് മോൺസ്റ്റോസിറ്റീസ്, അതായത് വലിയ വലിയ കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാനാണ് പറയുന്നത്. ടൈൽ സം മോർ ഫ്രണ്ട് യാർഡ്, നമ്മളെ മുന്നിലെ മുറ്റങ്ങളും ഒക്കെ ടൈലിടാൻ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ഇടാൻ പറയുന്നത്. ആൻഡ് കട്ട് ഡൗൺ മോർ ട്രീസ്, കൂടുതൽ മരങ്ങൾ മുറിക്കാൻ. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഇൻ എ ഡെക്കേഡ്സ് ടൈം, അതായത് ഒരു 10 വർഷം അല്ലെങ്കിൽ ഇഫ് നോട്ട് ഏർലിയർ, അല്ലെങ്കിൽ അതിനു മുമ്പേ യു വിൽ ബി പേയിങ് ഫോർ വാട്ടർ ആസ് ഐ ഡു ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ, ഞാൻ ബാംഗ്ലൂരിൽ പൈസ കൊടുത്തിട്ട് വെള്ളം വാങ്ങുന്നത് പോലെ നിങ്ങളും ചെയ്യേണ്ടി വരും. ഇനി അത് എത്രയാണ് പറയുന്നത്? rupees 400 ഫോർ എ സ്മോൾ ടാങ്കർ ഓഫ് വാട്ടർ, ഒരു ചെറിയ വെള്ളത്തിൻ്റെ ടാങ്കറിന് 400 രൂപ കൊടുക്കണം ഓഫ് വാട്ടർ. ടു സപ്ലിമെൻറ്റ് ദ ട്രിക്കിൾ സോഴ്സ് ഫ്രം കമ്മ്യൂണിറ്റി ബോർവെൽ. കമ്മ്യൂണിറ്റി ബോർവെല്ലിന്, അതായത് പൊതു കിണറിന് വളരെ ചുരുങ്ങിയ അളവിലെ വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് ഇതേപോലെ പൈസ കൊടുത്തിട്ട് വെള്ളം വാങ്ങേണ്ടി വരും. ആൻഡ് ഹിയർ വി ആർ എ വീക്ക് ഇൻ ടു കർക്കടകം, when fields and canals ought to be overflowing and ditches gurgling like streams, and the monsoon still hasn't planted its feet in the ground. നമ്മളിതാ കർക്കടക മാസത്തിൽ ഒരാഴ്ച കഴിഞ്ഞു. ഓക്കെ, ഈ സമയത്ത് വയലുകളും തോടുകളും
കവിഞ്ഞൊഴുകേണ്ടതാണ്. അതുകൂടാതെ ഈ ചാലുകളിലൂടെ നല്ലോണം വെള്ളം കുത്തി ഒഴുകണം. അതായത് അരുവികളിൽ കൂടി ഒഴുകുന്നത് പോലെ കളകളകളാന്നുള്ള ശബ്ദത്തോടുകൂടെ കുത്തി ഒഴുകേണ്ടതാണ്. പക്ഷേ മഴ ഇപ്പോഴും ശരിക്കും പെയ്ത് തുടങ്ങിയിട്ടില്ല. അതാണ് ഇവിടെ ലാസ്റ്റ് പറയുന്നത്. മൺസൂൺ ഹാസൻ പ്ലാന്റഡ് ഇറ്റ്സ് ഫീറ്റ് ഇൻ ദ ഗ്രൗണ്ട്. 8ാമത്തെ പാരഗ്രാഫ്. At dusk, my sprightly 85 years old uncle comes calling. Here is a man who straddles the past and present with the same ease he does his scooter. പിന്നെ ഇവിടെ പറയുന്നു, he learned to ride one when he was 78. ഇവിടെ ഡസ്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സന്ധ്യാസമയം, സ്പ്രൈറ്റ്ലി എന്ന പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ചുറുചുറുക്കുള്ള. അപ്പോൾ സന്ധ്യാസമയത്ത് എൻ്റെ ചുറുചുറുക്കുള്ള 85 വയസ്സുള്ള അമ്മാവൻ എന്നെ കാണാൻ വരും. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇദ്ദേഹം ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും വളരെ ഈസി ആയിട്ട് ഹൂ സ്ട്രാഡൽസ്, അതായത് സഞ്ചരിക്കുന്ന, വളരെ ഈസി ആയിട്ട് ഈ രണ്ട് കാലഘട്ടത്തേക്കും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ എന്താണ് ഈ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക എന്നർത്ഥം. ഓക്കെ, അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? വിത്ത് ദ സെയിം ഈസ് ഹി ഡസ് ഹിസ് സ്കൂട്ടർ. ഹി ലേൺ ടു റൈഡ് വൺ വെൻ ഹി വാസ് 78. അതായത് 78-ാം വയസ്സിൽ ഓടിക്കാൻ പഠിച്ച സ്കൂട്ടർ അദ്ദേഹം വളരെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത്രയും ലാഘവത്തോടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ് ഈ അമ്മാവൻ. He has seen how the monsoon can turn a village into penury and how its lack can cause the same. We talk about how the monsoon once was. കാലവർഷം ഒരു ഗ്രാമത്തെ എങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കും? അതായത് കാലവർഷം ഭയങ്കര ശക്തമായ മഴ എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ ദാരിദ്ര്യത്തിലേക്ക്, പ്യൂനറി എന്ന് പറഞ്ഞ ദാരിദ്ര്യം, അതിലേക്ക് തള്ളിവിടാൻ സാധിക്കുക. അതേ സമയത്ത് മഴയുടെ അഭാവം, ലാക്ക്, മഴ ഇല്ലായ്മ, അതും ഒരു ഗ്രാമത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കും. ഇതൊക്കെ കണ്ട വ്യക്തിയാണ് എൻ്റെ അമ്മാവൻ. വി ടോക്ക് അബൌട്ട് ഹൗ ദ മൺസൂൺ വൺസ് വാസ്. മുൻകാലങ്ങളിൽ ഈ കാലവർഷം എങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ദ ഇൻസെസൻറ്റ് റെയിൻ വുഡ് മേക്ക് എവറിത്തിങ് ക്ലമ്മി ടു ദ ടച്ച്. The dam would breathe a mustiness onto cloth and grain, turning stone a mossy green. Incessant എന്ന് പറഞ്ഞാൽ നിർത്താതെ, ഇൻസെസൻറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ നിലയ്ക്കാതെ പെയ്യുന്ന മഴ. അപ്പോൾ ഈ നിലയ്ക്കാതെ പെയ്യുന്ന മഴ കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യമാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് മേക്സ് എവറിത്തിങ് ക്ലമി ടു ദ ടച്ച്. എല്ലാത്തിൻ്റെ മേലെ ഒരു ഈർപ്പുണ്ടാവും, തൊടുമ്പൊക്കെ ഒരു നനവുണ്ടാവും. ഇത് കാരണം എന്താ സംഭവിക്കുക? ക്ലോത്ത്, തുണി, ഗ്രെയിൻ, ധാന്യങ്ങളെ മേലെയൊക്കെ ഒരു പൂപ്പൽ വരും. അതുകൂടാതെ കല്ലുകളെ മേലെയൊക്കെ ഒരു പച്ച നിറം വരും. അതായത് അതും ഒരു തലം പൂപ്പൽ വരുന്നതാണ് ഈ മഴ കാരണം. 9ാമത്തെ പാരഗ്രാഫ്. ടു ഹിയർ മൈ അങ്കിൾ സ്പീക്ക് ഓഫ് ദ റെയിൻ ഈസ് ടു റിയലൈസ് ഹൗ റിയൽ ആൻഡ് ഹ്യൂമൻ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് ടു ഹിം. അതായത് എൻ്റെ അമ്മാവൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ തെക്കു പടിഞ്ഞാറൻ കാലവർഷം, അതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ, ഈ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്രത്തോളം യാഥാർത്ഥ്യവും മനുഷ്യ സഹജവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് റിയൽ ആൻഡ് ഹ്യൂമൻ എന്ന് പറയുന്നത്, യാഥാർത്ഥ്യവും മനുഷ്യ സഹജവും. ലൈക്ക് ദ മച്ച് awaited visit by a rich relative that turns into a joyless anti-climax, the monsoon has proved to be a disappointment. ഇവിടെ നമ്മുടെ ഒരു ധനികനായ ബന്ധു നമ്മളെ സന്ദർശിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രതീക്ഷ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അതായത് നമ്മളെക്കാട്ടും ധനവാനായ നമ്മളുടെ ബന്ധു നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് സാധാരണ ഉണ്ടാവും. പക്ഷെ അതൊന്നും സംഭവിക്കില്ല. അപ്പോൾ അതുപോലെയാണ് ഈ മഴയും ഈ കാലവർഷവും ഇവിടെ നിരാശപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ വലിയ പ്രതീക്ഷകൾ നൽകിയ ഒരു കാലവർഷം ആ പ്രതീക്ഷക്കൊത്ത് വരാതിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു നിരാശ. ഹി അക്യൂസ്ഡ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഓഫ് മിയർലി കാട്ടിക്കൂട്ടി പോവുക. ഈ വർഷത്തെ കാലവർഷത്തിനെ അദ്ദേഹം വെറുതെ കാട്ടിക്കൂട്ടി പോവുക എന്ന് കുറ്റപ്പെടുത്തി. ഓഫ് മേക്കിംഗ് എ പ്രൊട്ടക്ഷൻ വിത്ത് ഗ്രേ സ്കൈസ്, റംബ്ലിംഗ് തണ്ടർ ആൻഡ് സ്റ്റിൽനെസ് ഇൻ ദ എയർ ആൻഡ് ദെൻ നോട്ട് ഷോയിങ് അപ്പ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആകാശം നല്ലോണം ഇരുണ്ട് വരും, കാർമേഘമൊക്കെ ഉണ്ടാവും, ഇടിവെട്ടും, അതാണ് റംബ്ലിംഗ് തണ്ടർ, ഇടിവെട്ടും. പിന്നെ അന്തരീക്ഷം ഒരു നിശ്ചലത വരും അന്തരീക്ഷത്തിന്. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? നല്ല മഴ വരുമെന്ന്. പക്ഷേ എന്താ സംഭവിക്കുക? ശരിക്കും മഴ അങ്ങോട്ട് പെയ്യാതെ അങ്ങോട്ട് പോകും. അതാണ് പറയുന്നത് ആൻഡ് ദെൻ നോട്ട് ഷോയിങ് അപ്പ്, ശരിക്ക് പെയ്യാതെ അങ്ങോട്ട് പോകും.
അപ്പോൾ ഇങ്ങനെ ശരിക്ക് പെയ്യാതെ അങ്ങോട്ട് പോകുന്ന മഴേനെയാണ് ഈ അമ്മാവൻ കാട്ടിക്കൂട്ടി പോകുക എന്ന് പറഞ്ഞത്. ഈവനിങ് ടേൺസ് ടു നൈറ്റ്. അങ്ങനെ വൈകുന്നേര സമയം കഴിഞ്ഞു, രാത്രിയായി. എ ലോൺ ഫയർ ഫ്ലൈ വേവ്സ് പാറ്റേൺസ് ഓഫ് ലൈറ്റ്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട മിന്നാമിനിങ്, അതാണ് ഫയർ ഫ്ലൈ എന്ന് പറഞ്ഞാൽ മിന്നാമിനിങ്, അങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. ഐ വാച്ച് ദ നൈറ്റ് വെയിറ്റിംഗ് ഫോർ സം സൈൻ ഓഫ് ആൻ ഇംപെൻഡിങ് ഡൗൺ പോർ. അങ്ങനെ ഞാൻ രാത്രികാലം ഇങ്ങനെ കാത്തിരുന്നു, പെട്ടെന്ന് നല്ലൊരു ശക്തമായ മഴ പെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇവൻച്വലി ഐ ഗോ ടു ബെഡ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഞാൻ അങ്ങനെ ഒടുവിൽ ഉറങ്ങാൻ പോയി. 10ാമത്തെ പാരഗ്രാഫ്. ഐ വേക്ക് ടു ഡ്രമ്മിങ് ഓൺ മൈ ടൈൽ റൂഫ്. ഇവിടെ ഡ്രമ്മിങ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഡ്രമ്മിങ് എന്ന് ഇവിടെ പറയുന്നത്? മഴത്തുള്ളികൾ എൻ്റെ ഓട് മേഞ്ഞ പുരപ്പുറത്ത് വീഴുന്ന ആ ശബ്ദത്തെയാണ് ഇവിടെ ഡ്രമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കേട്ടിട്ട് ഐ വേക്ക് അപ്പ്, ഞാൻ ഉണരുന്നു. അപ്പോൾ ഇറ്റ്സ് 2 AM, ആ സമയത്ത് പുലർച്ചെ 2 മണിയായിരുന്നു. ആൻഡ് ദ മൺസൂൺ ഹാസ് ഫൈനലി കം കോളിംഗ് ഓൺ മീ. അപ്പോൾ അവസാനം ഞാൻ ആശിച്ചതുപോലെ മഴ പെയ്യാൻ തുടങ്ങി. ദ പ്രോഡിഗൽ സൺ ഹാസ് ഫൗണ്ട് ഹിസ് വേ ഹോം. പ്രോഡിഗൽ സൺ എന്ന് പറയുന്നത് ധൂർത്തുപുത്രൻ. അപ്പോൾ ഇവിടെ കവി എന്തിനാണ് ഈ ധൂർത്തുപുത്രനെ കുറിച്ച് പറയുന്നത്? ധൂർത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈബിൾ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയിലെ വ്യക്തിയാണ് ധൂർത്തുപുത്രൻ. ആ കഥ ചുരുക്കം പറയുകയാണെങ്കിൽ, ഒരു അച്ഛൻ്റെ മകൻ അവൻ്റെ ഓഹരി, അവൻ്റെ ഷെയർ വാങ്ങിയിട്ട് വേറെ ദേശത്തേക്ക് പോയിട്ട് അവിടെ അങ്ങനെ ധൂർത്തടിച്ച് ജീവിച്ച് എല്ലാം നശിപ്പിച്ചിട്ട് അവസാനം ഭക്ഷണം പോലും കിട്ടാതെ നരകിച്ച് അവൻ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പം അവൻ യഥാർത്ഥ സ്ഥാനത്ത്, അവൻ ആയിരിക്കേണ്ട സ്ഥാനത്ത് അവൻ നിൽക്കാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കറങ്ങിയടിച്ച് നശിച്ചിട്ട് തിരിച്ചു വരികയാണ്. അതുപോലെയാണ് ഇവിടെ ഈ ധൂർത്തുപുത്രനെയാണ് കവി കാലവർഷത്തിനോട് ഉപമിക്കുന്നത്. അപ്പോൾ ഈ കാലവർഷം മഴ പെയ്യേണ്ട സ്ഥലത്ത് ആ സമയത്ത് പെയ്യാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ, ഇവിടെ പറയുന്നുണ്ടല്ലോ മാൽഡീവ്സിലൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്, മഴ മാൽഡീവ്സിലേക്ക് നീങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മൾ ലെസണിൽ വായിച്ചല്ലോ. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പെയ്യേണ്ട സ്ഥലത്ത് സമയത്ത് പെയ്യാതെ കറങ്ങി നടന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തൻ്റെ കടമയിലേക്ക് തിരിച്ചു വന്ന് പിന്നെ പെയ്യേണ്ട സ്ഥലത്തേക്ക് തിരിച്ചു വന്ന് പെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് കവി ഈ മഴേനെ അല്ലെങ്കിൽ കാലവർഷത്തിനെ ധൂർത്തുപുത്രനായിട്ട് ഉപമിക്കുന്നത്. ഐ പുൾ ദ ഷീറ്റ് ടു മൈ ചിൻ ആൻഡ് സ്നഗിൾ ഡീപ്പർ ഇൻ ടു ബെഡ്. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഷീറ്റ് പുൾഡ് അപ് ടു മൈ ചിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ താടി വരയ്ക്കും വലിച്ച് ചുരുണ്ടുകൂടുക, സ്നഗിൾ ഡീപ്പർ, നല്ലോണം ചുരുണ്ടുകൂടി കിടക്കാൻ തുടങ്ങി. ഫോർ ദാറ്റ് ടു ഈസ് വൺ ഓഫ് ദ മെനി പ്ലഷേഴ്സ് ഓഫ് ദ മൺസൂൺ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഈ മഴക്കാലത്ത് നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു കാര്യമാണ്, ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നത്. വെൻ ഐ വേക്ക് അപ്പ് അറ്റ് ഡേ ബ്രേക്ക് ദ മ്യൂസിക് ഓഫ് ദ റെയിൻ ഈസ് സ്റ്റിൽ പ്ലേയിങ്. ഇവിടെ പറയുന്നു, ഞാൻ രാവിലെ ഉണർന്നപ്പോഴും മഴ നിന്നിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇവിടെ മഴയുടെ ശബ്ദത്തെ മ്യൂസിക്കിനോട്, സംഗീതത്തോട് കവി ഉപമിക്കുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതായത് ഈ സംഗീതം എന്ന് പറയുന്നത് മനുഷ്യന് സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒന്നാണ്. നമ്മൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, ദുഃഖത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ക്ഷീണത്തിലിരിക്കുമ്പോൾ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം വരും മനസ്സിന്. അതുപോലെയാണ് വരൾച്ചയൊക്കെ അനുഭവപ്പെട്ട് മഴ പെയ്യാനായിട്ടും സമയമായിട്ടും മഴ പെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കർഷകർ എന്ന പോലുള്ള ആൾക്കാരൊക്കെ വളരെ വിഷമിക്കും. അപ്പം പെട്ടെന്ന് ആ സമയത്ത് മഴ വളരെ ശക്തമായി പെയ്യുമ്പോൾ ആ മഴയുടെ ശബ്ദം, മഴ നിലത്ത് വീഴുന്ന ശബ്ദം, ഈ പുരവിൻ്റെ മുകളിൽ, അതായത് നമ്മൾ വീടുകളുടെ മുകളിലൊക്കെ വീഴുന്ന ശബ്ദത്തെ ഒരു സംഗീതമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഈ മഴേൻ്റെ ശബ്ദത്തെ കവി ഇവിടെ സംഗീതത്തോട് ഉപമിക്കുന്നത്. അതായത് അത് നൽകുന്നത് മനുഷ്യന് ആശ്വാസമാണ്. പ്ലെയിൻ ആൻഡ് ഗമക്ക ലാഡൻ നോട്ട്സ്, ഹൈ ആൻഡ് ലോ ഡെസിബിൾസ്. ഇവിടെ കവി കർണാടക സംഗീതത്തിലെ പദങ്ങളായിട്ടാണ് ഈ മഴയുടെ ശബ്ദത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ദ സ്റ്റേറ്റ്ലി പേസ് ഓഫ് ദ വിളംബകാലം, ദ സെൻറ്റർ ഓഫ് ദ മധ്യമകാലം, ദ ക്വിക്ക് ട്രോട്ട് ഓഫ് ദ ദ്രുതകാലം. എന്താണ് ഈ വിളംബകാലം, മധ്യമകാലം, ദ്രുതകാലം എന്ന് പറയുന്നത്? കർണാടക സംഗീതത്തിലെ താളങ്ങളാണ്. വിളംബകാലം സ്ലോ താളമാണ്. മധ്യകാലം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡുള്ള താളം. ദ്രുതകാലം എന്ന് പറഞ്ഞാൽ വീണ്ടും സ്പീഡുള്ള താളമാണ്. അപ്പം ഇങ്ങനെ പല സ്പീഡിൽ പെയ്യുന്ന മഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്.
ദ റെയിൻ ബീക്കൺസ് മീ ഇൻ ടു ഇറ്റ്സ് ആംസ്. ബീക്കൺസ് എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അപ്പം മഴ അതിൻ്റെ കരങ്ങളിലേക്ക് എന്നെ മാടി വിളിക്കുന്നു. അപ്പോൾ അതാണ് അവസാനമായിട്ട് കവി പറയുന്നത്. ഇനി നമുക്ക് ഈ പാരഗ്രാഫിൽ കവി പറയുന്ന ഒരു ചുരുക്കമായിട്ട് നോക്കാം. രാത്രി മുഴുവനും പെയ്യുന്ന മഴ പ്രഭാതത്തിലും തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ട്, അതായത് പല സ്പീഡിലാണ് മഴ പെയ്യുന്നത്, ആ ശബ്ദമൊക്കെ കേട്ടിട്ട് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കാതെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട്, അതായത് ഈ മഴ ആസ്വദിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വാ എന്നാണ് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത്. ദ റെയിൻ ഫോൾസ്. അങ്ങനെ മഴ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി. ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ ആൻഡ് സിറ്റ് ഓൺ ദ സ്വിംഗ് സീറ്റ് ഓൺ ദ വെറാൻഡ. അങ്ങനെ കവി നമ്മൾ 10ാമത്തെ പാരഗ്രാഫിൽ വായിച്ചതുപോലെ മഴ കാരണം ചുരുണ്ടുകൂടി കിടക്കാതെ ഒരു കപ്പ് ചായ എല്ലാം ഉണ്ടാക്കി വരാന്തയിലുള്ള ആ ഒരു ഊഞ്ഞാലിൽ വന്നിരുന്നു. ഐ വാച്ച് ദ റെയിൻ ആസ് ഇഫ് ഇറ്റ് വേർ ആൻ എക്സോട്ടിക് മൈഗ്രേറ്ററി ബേർഡ്. അപ്പോൾ ഈ കവി മഴേനെ കാണുന്നത് ഒരു മനോഹരവും അപൂർവവുമായ ദേശാടന പക്ഷിയെ കാണുന്നത് പോലെയാണ് കവി ഇപ്പോൾ ഈ മഴയെ നോക്കിക്കാണുന്നത്. എഫ്രൈഡ് ടു ഈവൻ സൈ ഇൻ പ്ലഷർ ഫോർ ഐ മൈറ്റ് ഫ്രൈറ്റൻ ഇറ്റ് എവേ. പിന്നീട് ഇവിടെ എന്താ പറയുന്നത്? കവിക്ക് ഒരു ആശ്വാസത്തിൻ്റെ നെടുവീർപ്പിടാൻ പോലും ഭയമായിട്ടിരിക്കുകയാണ്. കാരണം ആ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പിടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം കേട്ടിട്ട് ഈ മഴ അങ്ങോട്ട് നിന്നു പോകുമോ? കാരണം നമ്മൾ ഈ എക്സോട്ടിക് മൈഗ്രേറ്ററി ബേർഡ് എന്ന് പറഞ്ഞാൽ ദേശാടന പക്ഷികളൊക്കെ വളരെ സെൻസിറ്റീവാണ്. ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അവരെ പെട്ടെന്ന് ആ സ്ഥലം വിട്ടു പോയി കളയും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ദേശാടന പക്ഷികളെ നമ്മൾ നിരീക്ഷിക്കാൻ. അതുപോലെയാണ് ഇപ്പോൾ ഈ മഴേനെ ഈ കവി കാണുന്നത്. വാട്ട് ടെയിൽസ് ഡു ഈച്ച് റെയിൻ ഡ്രോപ്പ് ഹോൾഡ്. ഓരോ മഴത്തുള്ളിയിലും എന്ത് കഥകളാണ് ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. വാട്ട് ലെസൺസ് വിൽ ഇറ്റ് ടീച്ച്. നമ്മളെ ഈ മഴത്തുള്ളികൾ എന്ത് പാഠങ്ങളാണ് പഠിപ്പിക്കുക. വാട്ട് ഗിഫ്റ്റ്സ് വിൽ ഇറ്റ് ഓഫർ. നമ്മൾക്ക് എന്ത് സമ്മാനമാണ് ഈ മഴത്തുള്ളികൾ നൽകുക. അങ്ങനെ ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് കവിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ദ മാജിക് ഓഫ് ദ മൺസൂൺ റെസൊനേറ്റ്സ് ഇൻ മീ ആസ് എ സെൻസ് ഓഫ് വെൽ ബീയിങ്. അപ്പോൾ കവിയുടെ മനസ്സിൽ ഒരു ശാന്തത, പുതുമ, സംതൃപ്തി, മാനസികമായ സന്തോഷം ഒക്കെ ഈ കാലവർഷം മുഖാന്തരം ലഭിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർ നൗ ദ വേൾഡ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ അങ്ങനെ കവി പ്രഖ്യാപിക്കുകയാണ് ഈ ലോകം ഇപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് എന്ന്. ഓക്കെ സ്റ്റുഡൻസ്, വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ഈ ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസ് എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം. എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കുള്ള ലിങ്കും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്.